Hello guys, welcome to Big Boss Bus Malayalam. ഈ ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വരുന്ന ഞായറാഴ്ച ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൻ്റെ ലോഞ്ച് എപ്പിസോഡാണ്. സോ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഒരു റിവ്യൂ ചാനൽ സ്റ്റാർട്ട് ചെയ്തുകൂടാ. കാരണം ഞാൻ മലയാളത്തിൻ്റെ ലാസ്റ്റ് 6 സീസൺസ് കണ്ടിന്യൂസ് ആയിട്ട് എപ്പിസോഡ്സ് എല്ലാം കാണുന്നയാളാണ്. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ അതിനെപ്പറ്റി വിശകലനം ചെയ്യാറുണ്ട്. സോ അപ്പോൾ വിചാരിച്ചു എന്തുകൊണ്ട് അതൊരു റിവ്യൂ ആയിട്ട് ഇടാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടുതലായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ഒരു പോയിന്റ് ഓഫ് വ്യൂ കൂടെ കാണാനും പറ്റും. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇങ്ങനൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അത് കാരണം ഫസ്റ്റ് ടൈം ഒരു ചാനൽ റിവ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടോക്ക് ചെയ്യുന്നതിൽ വളരെയധികം കുറവുകളും കുറ്റങ്ങളും കുറവുകളൊക്കെ കാണും. നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ ബേസിക്കലി ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിനെ പറ്റി പറഞ്ഞാൽ ഒരു സോഷ്യൽ എക്സ്പെരിമെൻ്റ് ആണ്. ഇത് പല ഭാഷകളിൽ കണ്ടക്ട് ചെയ്ത് വിജയിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇപ്പം മലയാളത്തിൽ ഇപ്പം ലാസ്റ്റ് 6 സീസണായിട്ട് അത് നടന്നുകൊണ്ട് അപ്പം നമുക്ക് ഇതിനെപ്പറ്റി ഒരു അവയർനെസ് ഉണ്ട് എന്താണ് ഈ പ്രോഗ്രാം എന്നതിനെപ്പറ്റി. ഇതിനകത്തിൽ പല പല തരത്തിലുള്ള ആൾക്കാരെ ഒരു ഹൗസിൻ്റെ കൊടക്കീഴിൽ കൊണ്ടുവന്നിട്ട് പാർപ്പിക്കുകയാണ്. അവർക്ക് മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രം കൊടുത്ത് അവരൊരു ഒരു ഒരു വീട്ടിൽ താമസിപ്പിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഈ ഇപ്പം കേരളത്തിൽ നമുക്ക് തന്നെ അറിയാം ഓരോ ജില്ലകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ഭാഷയിൽ വ്യത്യാസമുണ്ട്, സംസ്കാരത്തിൽ വ്യത്യാസമുണ്ട്, സംസാര രീതിയിൽ വ്യത്യാസമുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുകൾ ഒരു ഒരു വീട്ടിനുള്ളിൽ വന്നു കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടാവും അങ്ങനെ ഒരു എക്സ്പെരിമെൻ്റ് ആണ് നമ്മളിവിടെ ബിഗ് ബോസ് എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു പ്രതിഫലനം എന്നുള്ള രീതിയിൽ നമുക്കത് കാണാൻ പറ്റും. അപ്പം നമുക്ക് ബിഗ് ബോസിൽ നിന്ന് നോർമലി നമുക്ക് ലാസ്റ്റ് 6 സീസണിൽ നിന്ന് നമുക്കറിയാൻ പറ്റും. പല ടൈപ്പിലുള്ള ഡ്രാമ കാണാം, കരച്ചിൽ കാണാം, അടി കാണാം, പ്രണയം കാണാം, അല്ലെങ്കിൽ നല്ല കൂട്ടുകെട്ടുകൾ കാണാം. അപ്പം എല്ലാം എല്ലാം എന്താ പറയുക കോർത്തിണങ്ങിയ ഒരു ഒരു പ്രോഗ്രാമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. അപ്പം ആ, നല്ല രീതിയിലൊരു റിവ്യൂ നൽകണം എന്നാണ് എൻ്റെ ആഗ്രഹം. നോർമലി ഈ ഒരു ഒരു ഷോയുടെ പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളെപ്പോഴും ഒരു 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 പേഴ്സണിലേക്ക് നമ്മൾ കണക്റ്റ് ആവും. ആ കണക്ഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു പാഷലാവും. അപ്പം അവർക്കെതിരെ ആര് ഓപ്പോസിറ്റ് നിന്ന് കഴിഞ്ഞാലും നമ്മൾ അവർക്കെതിരെ തിരിയും. അപ്പം അങ്ങനൊരു ഒരു പാറ്റേൺ ആണ് നമ്മൾ കാണുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊരു ഒട്ടും അങ്ങനെ പേഴ്സണൽ എടുക്കില്ല. നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ തന്നെ എഫക്റ്റ് ചെയ്യും. കാരണം നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യും, മറ്റൊരുടെ അടുത്ത് ദേഷ്യം വരും. അപ്പോൾ നമ്മളുടെ ഒരു നമ്മളുടെ ഉള്ളിലും ആ ഒരു റേജ് ഒക്കെ ഉണ്ടായിട്ട് എന്താ പറയുക നമുക്കൊരു നമ്മളുടെ ഒരു മെൻ്റൽ ഹെൽത്തിനെ കൂടെ അഫക്റ്റ് ചെയ്യും. സോ അങ്ങനെ കാണാതെ ഒരു പാർഷ്യാലിറ്റി എടുക്കില്ലെന്ന് പറയുമ്പോഴും പലപ്പോഴും നമുക്ക് കണക്റ്റ് ആവും. ബട്ട് എന്നാലും മാക്സിമം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചിന്തിച്ച് അല്ലെങ്കിൽ നിഷ്പക്ഷമായിട്ട് ചിന്തിച്ചിട്ട് ഈ പ്രോഗ്രാം കാണണം എന്ന് ആഗ്രഹിക്കുന്നു. അപ്പം റിവ്യൂ ചെയ്യുന്നതും അതുപോലെ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇപ്പം ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ പാർഷ്യാലിറ്റി പോലെ ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് കൃത്യമായി കമൻറ്റ് ചെയ്യാം. അനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. സോ ബേസിക്കലി അപ്പം അതിനു വേണ്ടിയാണ് ഞാൻ ഈ ഒരു സീസൺ റിവ്യൂ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ സപ്പോർട്ടെല്ലാം ആഗ്രഹിക്കുന്നു. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് നിങ്ങളുടെ അടുത്ത് എത്തുന്നതായിരിക്കും. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. താങ്ക് യു.